ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹൃത്ത്.com-ലെ ഒരു അംഗമാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഫോട്ടോഷോപ്പ് പഠിക്കാൻ വലിയ താല്പര്യമുള്ളവരാണ്. സുഹൃത്ത്.com-ൽ പല സുഹൃത്തുക്കളും ഫോട്ടോഷോപ്പ് സംബന്ധമായ വീഡിയോ ട്യൂട്ടോറിയൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രതീഷ് ഏട്ടനായാലും പല സുഹൃത്തുക്കളും വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഹൃത്തുക്കൾ പലരും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. നിങ്ങളും കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പുതിയ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. ഫോട്ടോഷോപ്പ് എല്ലാവർക്കും അറിയാവുന്നൊരു സോഫ്റ്റ്വെയറാണ്. പക്ഷേ പല സുഹൃത്തുക്കളും ഫോട്ടോഷോപ്പിന് കരുതി വെച്ചിരിക്കുന്നത് ഫോട്ടോഷോപ്പ് ഒരു ഫോട്ടോസ് വല്ലതും എഡിറ്റ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നാണ്. എന്നാൽ പുതിയ വെർഷൻ ഫോട്ടോഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർസിൽ വീഡിയോസും കൂടി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് വലിയ തോതിൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചെറിയ രീതിയിലെല്ലാം വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സഹായിക്കും ഫോട്ടോഷോപ്പ്. 64 ബിറ്റിലേക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. ക്യാമറ റോ എന്നൊരു ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് അത് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൽ. പക്ഷേ വളരെ ചെറിയ രീതിയിൽ മാത്രമേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു പോരായ്മ. ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ വരയ്ക്കാനായാലും എല്ലാത്തിനും ഫീച്ചേഴ്സ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ് ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ. അതുകൊണ്ടാണ് ഇത്രയും ഫോട്ടോഷോപ്പ് പോപ്പുലർ ആവാൻ കാരണവും എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നത്. അഡോബി കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണല്ലോ ഫോട്ടോഷോപ്പ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അഡോബിയിലെ ഒട്ടനവധി സോഫ്റ്റ്വെയർസ് ഇന്ന് ലഭ്യമാണ്. ഫോട്ടോഷോപ്പ് ആയാലും ഇല്ലുസ്ട്രേഷൻ ആയാലും ഫ്ലാഷ്, ഇൻഡിസൈൻ, മ്യൂസ്, ഡ്രീം വെയർ ഇങ്ങനെ പറഞ്ഞ കുറേ സോഫ്റ്റ്വെയർസ് ഇന്ന് അഡോബി കമ്പനിയായിട്ടും ഉണ്ട്. ഫോട്ടോഷോപ്പ് മാത്രമല്ല, ഇല്ലുസ്ട്രേഷൻ ആയാലും ഫ്ലാഷ് ആയാലും എല്ലാവർക്കും അത് ഉപയോഗിച്ച് നോക്കാനും അതെങ്ങനെ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാനും എല്ലാ ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റോടുള്ള കാര്യമാണ്. അതെല്ലാവരും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഇനി അടുത്ത ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസിന് വേണ്ടി വീഡിയോസ് പോസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാം. ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് എന്തോന്നാണ്, ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ ട്യൂട്ടോറിയൽസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്നു. നമുക്കറിയാവുന്നല്ലോ, പണ്ടത്തെ ഫോട്ടോഷോപ്പ് വെർഷൻസിലാണെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ഈ ഫോട്ടോഷോപ്പിൻ്റെ തീം വളരെ വ്യത്യാസമാണ്. വൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ആഷ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു തീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതായിരിക്കും കുറച്ചും കൂടെ ഉപയോഗപ്രദമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഫോട്ടോസോ ലേയേഴ്സ് ഇടുമ്പോൾ വളരെ എടുത്ത് കാണിക്കുന്നത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് മെനു ബാർ. നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് മെനു ബാർ. ഇതിൽ ഒട്ടനവധി മെനൂസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇതാണ് മെനു ബാർ. ഇതാണ് ഓപ്ഷൻ ബാർ. ഇതാണ് ടൂൾ ബോക്സ്. ഈ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഫോട്ടോസും എഡിറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ബ്രഷ് ഉണ്ട്, പെൻസിൽ ടൂള്. ഇത് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാനും കഴിയും. വളരെ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാനും കുറേ ആൾക്കാർ തന്നെ ഇതിൽ ഡിജിറ്റൽ പെയിൻറ്റിങ് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് തന്നെ ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് വളരെ സഹായകമാണ്. ഇതാണ് അറിയാമല്ലോ, ഇത് പാലറ്റ്സ്. ഇതിൻ്റെ ലെയർ പാലറ്റ് ഉണ്ട്, ക്യാരക്ടർ സ്റ്റൈൽ പാലറ്റ്, പാരഗ്രാഫ് സ്റ്റൈൽ പാലറ്റ്,
ഇനി ഒട്ടനവധി പാനൽസാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഫ്ലൈ ഔട്ട് പാനൽസ് എന്ന് പറയും. ഫ്ലൈ ഔട്ട് പാനൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇത് എടുത്തത് മാറ്റി വയ്ക്കാം, പിന്നെ എടുത്ത് നമുക്ക് ഇവിടെ ചേർത്ത് വയ്ക്കാം. അങ്ങനെ കുറേ ഫീച്ചർ അടങ്ങുന്നതാണ് ഫോട്ടോഷോപ്പിൽ. ഇനി അടുത്ത നമുക്ക് ഇത് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ വിൻഡോ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. അതിന് വിൻഡോ മെനുവിൽ എന്താ പാരഗ്രാഫ്, ഇവിടെ പാരഗ്രാഫ് വന്നിട്ടുണ്ട്, അത് പാരഗ്രാഫ് വന്നിട്ടുണ്ട് കണ്ടോ. അല്ലെങ്കിൽ പാരഗ്രാഫ് ക്ലോസ് ചെയ്യുക. ക്യാരക്ടർ വന്നിട്ടുണ്ട്, ക്യാരക്ടർ വേണമെങ്കിൽ വേണ്ടെങ്കിൽ മാറ്റാം. ഓപ്ഷൻ ബാർ, ഈ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ മാറ്റാം. അതുപോലെ ടൂൾസ് ബോക്സ് വേണ്ടെങ്കിൽ മാറ്റാൻ പറ്റില്ല, എന്നാൽ ടൂൾസാണ് മെയിനായിട്ട് ആവശ്യം. ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്, എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ആദ്യം നമുക്ക് വിൻഡോസ് തുറക്കുമ്പോൾ കാണിച്ചു തരുന്നത്. ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പോഗ്രാഫി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ വിൻഡോയിൽ കാണിക്കും. എസെൻഷ്യൽ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വരയ്ക്കാനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ടൂൾസ് മാത്രം ആദ്യത്തെ വിൻഡോയിൽ കാണിക്കും. മോഷൻ എന്ന് പറഞ്ഞത് ഇത് അറിയാമല്ലോ, ഈ 2D ചെറുതായിട്ടുള്ള അനിമേഷൻസിനൊക്കെ നമുക്കിത് ടൈം ലൈൻ സഹായിക്കും. ഫോട്ടോസ് വേണമെങ്കിൽ സ്ലൈഡ് ഷോ നടത്താൻ എന്നൊക്കെ ഇത് ഉപയോഗിക്കും. അത് മോഷൻ. ഫോട്ടോഗ്രാഫി, ഒരു ഫോട്ടോഗ്രാഫറിന് ആവശ്യമായിട്ടുള്ള ഒരു വിൻഡോ, ഫോട്ടോഗ്രാഫറിന് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു വിൻഡോ. ഇതെല്ലാം ആദ്യം ഇതിൽ കാണിച്ചത്. പെയിൻറ്റിങ് ഒരാൾ ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു ആളിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് ബ്രഷും അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പെട്ടെന്ന് കഴിയും. ഇത് ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്ക്, ഒരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ടിപ്പോഗ്രാഫി എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. കൂടുതൽ ടൈപ്പിംഗ് ചെയ്യാൻ ഇത് ഫോട്ടോഷോപ്പിൽ യഥാർത്ഥത്തിൽ ഇത്ര കൂടുതൽ അങ്ങനെ ടൈപ്പിംഗ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കില്ല. ഫോട്ടോഷോപ്പ് അതൊക്കെ ഇൻഡിസൈൻ, പേജ് മേക്കർ അങ്ങനത്തെ സോഫ്റ്റ്വെയറിലാണ് കൂടുതൽ ഈ ടൈപ്പിംഗ് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. മാഗസീൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് അതിനാണ്. അപ്പം ഇതിൽ വളരെ കുറച്ചായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുള്ളൂ. എന്നാലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. നമുക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ പുതിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള വിൻഡോസ്, ആവശ്യമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കാം കഴിയുന്നതാണ്. ന്യൂ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. എൻ്റെ പേര് കൊടുത്ത് ഞാൻ വെറുതെ ഒന്ന് സേവ് ചെയ്തിരിക്കുകയാണ്. മെനൂസ് ഇതെല്ലാം സേവ് ചെയ്തിരിക്കുകയാണ്. കീബോർഡ് ഷോർട്ട് കട്ട്സ്, നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത കീബോർഡ് ഷോർട്ട് കട്ട്സ് അതെങ്ങനെയാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ കീബോർഡ് ഷോർട്ട് കട്ട്സ് കസ്റ്റമൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഇതിന് നമ്മൾ അഷോ എന്നുള്ള ഇതിലെടുത്തു. ഇനി എസെൻഷ്യൽ എന്ന് കഴിഞ്ഞു അഷോ എന്നെടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതെല്ലാം ഇതിലുണ്ടാവും. ഇങ്ങനെ ഇതൊക്കെയാണ് ഫോട്ടോഷോപ്പ് വിൻഡോയിൽ കാണുന്ന ആദ്യത്തെ കാര്യങ്ങൾ. ഇനി ഒരു പുതിയ ഫയല് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഫയൽ മെനുവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാവുന്നതാണ്. Ctrl+N പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉണ്ടല്ലോ ഇതിൽ കുറേ കുറേ സെറ്റിങ്സ്, ഡീഫോൾട്ടായിട്ട് കുറേ സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. ഇൻ്റർനാഷണൽ A4 സൈസിലുള്ള സെറ്റിങ്സ്, അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് എല്ലാം കൊടുത്തിട്ടുള്ള ഇതുണ്ട്. റെസൊല്യൂഷൻ ഇത് ഡീഫോൾട്ടായിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തും ഹൈറ്റും കൊടുത്ത് മാറ്റി നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്തും വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുകയാണ്. 1080 120 മിക്സറിൽ ഞാൻ ഇപ്പോൾ പുതിയ വിഡ്ത്തും ഹൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാം.
പുതിയ HD സയൻസ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തേക്കാം. ഇതുകൊണ്ടുള്ള ഗുണം, നമുക്കിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ സൈസിൽ തന്നെ പുതിയ ഒരു ഫോട്ടോയോ ഒരു എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് ഒന്നേന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന് HD സൈസ് എന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഓക്കെ കൊടുക്കുക. HD സൈസിൽ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ആവുന്നത് കാണാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ടൂൾസിനെ കുറിച്ചും ഫിൽറ്ററിങ് ഓപ്ഷൻസ് അതിൻ്റെ കുറിച്ചും എല്ലാം ഫോട്ടോഷോപ്പിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അടുത്ത വീഡിയോ ട്യൂട്ടോറിയൽസ് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.